ഡോക്ടർ ജാക്കിർ നായിക്കിന് നമസ്കാരം. എന്റെ പേര് റോബർട്ടോ. ചെന്നൈ സവിത കോളേജിൽ BDS ചെയ്യുന്നു. ദൈവം ഒന്നേയുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് സ്നേഹത്തോടെയാണെന്ന് പറഞ്ഞുവല്ലോ. ദൈവം സമ്പത്തും ദാരിദ്ര്യവും പരീക്ഷണത്തിന് സൃഷ്ടിച്ചുവെന്നും പറഞ്ഞുവല്ലോ. ഇതുപോലെ ക്രിസ്ത്യാനികളും ദൈവം ഒന്നേയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ദൈവം സ്നേഹത്തോടെ മനുഷ്യരെ സൃഷ്ടിച്ചു. മൂന്നാമത്തേത്, ഇതെല്ലാം പരീക്ഷണത്തിനായി സൃഷ്ടിച്ചതാണ്. ഞാൻ താങ്കളിൽ നിന്ന് ഉത്തരം പറയാൻ ആവശ്യപ്പെടുന്നത് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സഹോദരൻ ചോദിച്ചത്, ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിനെ പോലെ ദൈവം ഒന്നേയുള്ളൂ. ദൈവം സൃഷ്ടികളെ സ്നേഹിക്കുന്നു. പിന്നെ എന്താണ് വ്യത്യാസം? ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണോ താങ്കൾക്കറിയേണ്ടത്? വ്യത്യാസമല്ല. ഇസ്ലാം അല്ലാത്ത ഒരു ആരാധനാ രൂപവും സ്വീകാര്യമല്ലെന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. അതെങ്ങനെയാണ് താങ്കൾ ബോധ്യപ്പെടുത്തുക? അത് നല്ലൊരു ചോദ്യമാണ്. ഇപ്പോഴാണ് ചോദ്യം ശരിയായത്. നേരത്തെ ഒരു പ്രസ്താവന മാത്രമായിരുന്നു പറഞ്ഞത്. ചോദ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു പ്രസ്താവനയിൽ നിന്ന് മാത്രം ചോദ്യം മനസ്സിലാവില്ല. ഇസ്ലാമും മറ്റ് ആരാധനാ രൂപങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ഇസ്ലാമിനെ വ്യതിരിക്തമാക്കുന്നത്? ക്രിസ്ത്യാനിറ്റിയും ദൈവം ഒന്നാണെന്ന് പറയുന്നു. എന്താണ് ഇവ തമ്മിലെ വ്യത്യാസം? ഇസ്ലാമിലെയും ക്രിസ്ത്യാനിറ്റിയിലെയും ആരാധന തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റ് മതങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്ലാമിലെ ആരാധനയുടെ വ്യതിരിക്തത എന്താണ്? സഹോദര, ഖുർആൻ ശരിയായി നീ വായിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ അർത്ഥവും ശരിക്കും മനസ്സിലാക്കുക. ബൈബിൾ ശരിയായി വായിക്കുകയാണെങ്കിൽ അതിന്റെ വിശദീകരണവും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീസസ് അള്ളാഹുവിന്റെ ഒരു ദൂതനായിരുന്നു. ജീസസിൽ വിശ്വസിക്കാത്ത ഒരു മുസ്ലിം ആവുകയില്ല. ഒരു പുരുഷന്റെ ഇടപെടലില്ലാതെ അമാനുഷികമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ക്രിസ്തു ആയിരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവാനുമതിയോടെയാണ് അദ്ദേഹം ജനിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ദൈവാനുമതിയോടെ മരിച്ചവരെ ജീവിപ്പിച്ചു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ദൈവാനുമതിയോടെ കുഷ്ഠരോഗം സുഖപ്പെടുത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനിറ്റിയുമായി എതിരാകുന്ന കാര്യങ്ങളുണ്ട്. ജീസസ് അഥവാ ഈസാ അലൈഹിസ്സലാം ദൈവികത അവകാശപ്പെട്ടുവെന്ന് പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്. ബൈബിളിലുള്ളവരും ക്രിസ്ത്യാനികൾ ഊഹിക്കുന്നതും അവർ നടപ്പിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈസാ അലൈഹിസ്സലാം ദൈവികത അവകാശപ്പെട്ടുവെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. ദൈവം ഒന്നേയുള്ളൂ എന്ന് പറയുന്ന അവർ ജീസസ് അലൈഹിസ്സലാം ദൈവമാണെന്ന് പറയുന്നു. അതിനെ മുസ്ലിങ്ങൾ എതിർക്കുന്നു. ബൈബിൾ മുഴുവൻ വായിച്ചാലും ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് ജീസസ് സ്വയം പറയുന്ന ഒരു പ്രസ്താവന കാണാൻ സാധിക്കില്ല. ക്രിസ്ത്യാനികളുടെ ആരാധനാരൂപം ജീസസിനെ ആരാധിക്കലാണ്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കാം. ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് ജീസസ് അലൈഹിസ്സലാം സ്വയം പറയുന്ന ഒരു പ്രസ്താവന ബൈബിൾ മുഴുവൻ വായിച്ചാലും കാണാൻ സാധിക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഏത് ക്രിസ്ത്യാനിക്കും എനിക്ക് കാണിച്ചു തരാം. ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കൂ എന്ന് ജീസസ് പറഞ്ഞതായി കാണിച്ചു തന്നാൽ ഞാൻ ഡോക്ടർ ജാക്കിർ നായിക് ഇന്ന് ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറാണ്. എന്റെ തല നിങ്ങളുടെ പാദത്തിനടിയിൽ വെക്കാൻ തയ്യാറാണ്. മറ്റുള്ള മുസ്ലിം സഹോദരന്മാരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാരണം ബൈബിൾ വായിക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 28-ാം വചനത്തിൽ പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 29-ാം വചനത്തിൽ പറയുന്നു, എന്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാം വചനത്തിൽ പറയുന്നു, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാം വചനത്തിൽ പറയുന്നു, ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാം വചനത്തിൽ പറയുന്നു, സ്വമേധയാ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ഞാൻ ശ്രവിക്കുന്നതുപോലെ ഞാൻ വിധിക്കുന്നു, എന്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് ഞാൻ തേടുന്നത് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിമാണ്. അതുകൊണ്ടാണ് എന്റെ സംസാരത്തിൽ ജീസസ് അലൈഹിസ്സലാം ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞത്. ഖുർആനിലെ 3-ാം അധ്യായം ആൽ-ഇമ്രാനിലെ 52-ാം വചനത്തിൽ ഇത് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വചനത്തിൽ പറയുന്നു, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 24-ാം വചനത്തിൽ പറയുന്നു, നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിന്റേതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 22-ാം വചനത്തിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നു, ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസറായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തന്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. നിങ്ങളിൽ നിന്ന് ദൈവം അംഗീകരിച്ച ഒരാൾ, ദൈവം നൽകിയ
അടയാളങ്ങളും അത്ഭുതകൃത്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. ജീസസ് അലൈഹിസ്സലാം ദൈവത്തിന്റെ ഒരു ദൂതനായിരുന്നു. ഒരിക്കലും ദൈവികത അവകാശപ്പെട്ടിട്ടില്ല. തന്നെ ആരാധിക്കണമെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ദൗർഭാഗ്യകരമാണ് ഈ ചർച്ചകൾ. ബൈബിൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിലും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വിശദമായി പറയുന്നില്ല. പോൾ പറഞ്ഞതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. കൊരിന്തോസ് 1 ലേഖനത്തിൽ 15 അധ്യായം 14 വചനത്തിൽ പറയുന്നു, ക്രിസ്തു ഉയിർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അതായത് പോളിന്റെ അഭിപ്രായത്തിൽ ജീസസ് നിങ്ങളുടെ പാപത്തിനാണ് ക്രൂശിക്കപ്പെട്ടത്. ഇതിനായി യോഹന്നാൻ 3 അധ്യായം 16 വചനം ഉദ്ധരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് നിങ്ങളുടെ പാപമേറ്റെടുത്ത് ജീസസ് അലൈഹിസ്സലാം ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകും. ഇതൊരിക്കലും ബൈബിളിലില്ല. കാരണം യോഹന്നാൻ 3 അധ്യായം 16 വചനത്തിലെ ഏകജാതൻ എന്ന വാക്ക് കടത്തിക്കൂട്ടിയതാണ്, വ്യാജമാണ് എന്ന് പറഞ്ഞ് ഉന്നതരായ 33 പണ്ഡിതർ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ബൈബിളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പോൾ ക്രൈസ്തവതയെക്കുറിച്ച് കള്ളം പറയുകയാണ്. ഒരാൾ ജീസസിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 16-17 വചനങ്ങളിൽ പറയുന്നു, ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. സ്വർഗ്ഗത്തിൽ പോവാൻ വേണ്ടി ഞാൻ പാപമേറ്റെടുത്ത് കുരിശുമരണം വരിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ജീസസ് പറഞ്ഞിട്ടില്ല. കൽപ്പനകൾ അനുസരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 17 വചനത്തിൽ പറയുന്നു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നുപോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. താങ്കൾ ശരിയായ ക്രിസ്ത്യാനിയാവണമെങ്കിൽ എല്ലാ കൽപ്പനകളും അനുസരിക്കണം. ദൈവം ഒന്നേയുള്ളൂ, ബിംബത്തെ ആരാധിക്കരുത് എന്നാണ് ജീസസ് അലൈഹിസ്സലാം പറഞ്ഞത്. ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ ഏകദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്, ത്രിയേകത്വത്തെക്കുറിച്ചല്ല. ഖുർആൻ 4 അധ്യായം നിസായിലെ 171 വചനത്തിൽ അള്ളാഹു പറയുന്നു, ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്, നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുക. ദൈവം ത്രിത്വമാണെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൽ പങ്കുചേർക്കലാണ്. പാപമോചനം ലഭിക്കില്ല. ത്രിത്വം എന്ന് പറയുന്നില്ല. ബൈബിളിൽ എവിടെയും ത്രിത്വം എന്ന വാക്ക് പറയുന്നേയില്ല. പക്ഷെ ഖുർആനിൽ പറയുന്നുണ്ട്. 4 അധ്യായം നിസായിലെ 171 വചനത്തിൽ. കൂടാതെ 5 അധ്യായം മാഇദയിലെ 73 വചനത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. ത്രിത്വം എന്ന വാക്ക് ബൈബിളിൽ എവിടെയുമില്ല. അതിനോടടുത്തു വരുന്ന വചനം യോഹന്നാൻ 1 ലേഖനം 5 അധ്യായം 7 വചനമാണ്. 3 സാക്ഷികളാണുള്ളത്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പ്രമുഖരായ 32 ക്രിസ്ത്യൻ പണ്ഡിതർ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ബൈബിളിൽ നിന്ന് കടത്തിക്കൂട്ടിയതാണ്, വ്യാജമാണ് എന്ന് പറഞ്ഞ് ഈ വചനം ഒഴിവാക്കിയിട്ടുണ്ട്. ത്രിത്വത്തെക്കുറിച്ചല്ല, അതിനോടടുത്തു വരുന്ന വചനത്തെ വ്യാജമെന്ന് പറഞ്ഞൊഴിവാക്കിയിട്ടുണ്ട്. എന്താണ് ശരിയെന്ന് താങ്കൾക്ക് പരിശോധിക്കണമെങ്കിൽ ഇതാ ഖുർആൻ, ഇതാണ് മാനദണ്ഡം. ശരിയേത് തെറ്റേത് എന്ന് ഇത് പറഞ്ഞു തരും. ഇന്ന് പോലും ബൈബിൾ വായിച്ചാൽ ജീസസ് അലൈഹിസ്സലാം ഒരിക്കലും ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഏകദൈവത്തെ ആരാധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ജീസസ് അലൈഹിസ്സലാം പറഞ്ഞു, മാർക്കോസിന്റെ സുവിശേഷം 12 അധ്യായം 29 വചനത്തിൽ പറയുന്നു, യേശു പ്രതിവചിച്ചു, ഇസ്രായേലേ കേൾക്കുക, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇത് ഹീബ്രു വചനമാണ്. ഇതിന്റെ അർത്ഥം, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കാനാണ് ജീസസ് അലൈഹിസ്സലാം പഠിപ്പിച്ചത്. ബൈബിൾ പരിശോധിച്ചാൽ യഥാർത്ഥ ജീവിത ലക്ഷ്യം അതിൽ പറയുന്നില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം. എന്നാൽ ചർച്ച് സെന്റ് പോളിന്റെ അധ്യാപനം സ്വീകരിക്കുന്നു. എന്നിട്ട് നിന്റെ പാപമേറ്റെടുത്താണ് ജീസസ് അലൈഹിസ്സലാം മരിച്ചത് എന്ന് നീ വിശ്വസിക്കുക, എന്നാൽ സ്വർഗ്ഗത്തിൽ പോവാം. എന്തു ചെയ്താലും, മോഷ്ടിച്ചാലും, ബലാത്സംഗം ചെയ്താലും, എന്തു ചെയ്താലും അദ്ദേഹം നമ്മുടെ പാപം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാം. ഒരാൾ എന്നോട് ഹോട്ടലിൽ പോയി എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, ബില്ല് ഞാൻ അടക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ചിക്കൻ, മട്ടൻ, ബിരിയാണി, എന്ത് വേണമെങ്കിലും കഴിക്കാം. നമ്മുടെ പാപമേറ്റെടുത്താണ് ജീസസ് അലൈഹിസ്സലാം മരിച്ചതെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം.
നീ സ്വർഗത്തിൽ പോകും. നമ്മുടെ പാപമേറ്റെടുത്ത് മരിച്ചു എന്ന് വിശ്വസിക്കണമെന്ന് മാത്രം. ഇത് ചർച്ചിന്റെ സിദ്ധാന്തമാണ്. ബൈബിൾ ഇത് പറയുന്നില്ല. ഇസ്ലാമും ക്രൈസ്തവതയും താരതമ്യം എന്നതിന്റെ കേസറ്റ് കേൾക്കാം. അതിൽ രണ്ടിന്റെയും സാമ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കാനാണ് ജീസസ് അലൈഹിസ്സലാം പഠിപ്പിച്ചത്.